യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. തിരുവചനം ഇന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ പോലെ വ്യത്യസ്തനായിരിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാമത് തിരുവചനത്തിൽ എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ശബ്ദമാണ്. സ്വർഗത്തിലെ ദൈവം കാലേബ് എന്ന ദൈവഭൃത്യനെ കുറിച്ച് പറയുന്നത് അവനൊരു വ്യത്യസ്ത സ്വഭാവമുള്ളവനാ. പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവനെന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ പറയുവാനുണ്ടായ കാരണം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ തിരുവചനം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ അവർ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ചുറ്റുപാടുമുള്ള ദേശങ്ങളെ ഉറ്റുനോക്കുവാൻ വേണ്ടി ഓരോരോ ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരുവനായിരുന്നു കാലേബ്. ഇവർ കടന്നുപോയി ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് 10 പേരും നിരാശാജനകവും ഭീതികരമായ വാക്കുകൾ വന്ന് പറയുമ്പോൾ 12 പേരിൽ 2 പേരായ യോശുവയും കാലേബും അവർ മടങ്ങി വന്ന് പറയുന്നത് ഭീതിയുടെ വാക്കുകളല്ല, പരാജയത്തിൻ്റെ വാക്കുകളല്ല, ഭയത്തിൻ്റെ വാക്കുകളല്ല. അവർ പറയുക, ഞങ്ങൾ പോയി കണ്ട ദേശം വളരെ സമൃദ്ധിയുള്ള ദേശമാണെങ്കിലും അവിടെയുള്ള മല്ലന്മാർ ശക്തന്മാരാണെങ്കിലും ആ ദേശത്തെ കൈവശമാക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നിയാലും നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ആശാജനകമായ വാക്ക് പാളയത്തിൽ വന്ന് ജനത്തോട് അറിയിക്കുമ്പോൾ 10 പേരും വിപരീതമായി ജനത്തിൻ്റെ മനസ്സിളക്കി ജനത്തെ ഭയപ്പെടുത്തുമ്പോൾ 2 പേരായ കാലേബും യോശുവയും പറയുന്നത്, നമ്മോട് കൂടെയുള്ള ദൈവത്താൽ ഈ പ്രതിസന്ധികളെ, ഈ സ്ഥലത്തെ, ഈ ദേശത്തെ പിടിച്ചടക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമെന്ന്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ മുന്നേറാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ, നിനക്ക് കഴിയത്തില്ലെന്ന് നിരാശയുടെ വാക്കുകൾ പറയുന്നവർ ഒരുപക്ഷെ കൂടുതൽ കണ്ടേക്കാം. ഇത് പ്രയാസമാണ്, ദുഃഖമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവരുടെ നടുവിൽ ആരെ നാം സേവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവഭക്തൻ പറയും, മുൻപിലുള്ളത് പ്രയാസകരമായിട്ടുള്ളതാണെങ്കിലും എൻ്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവം, എന്നെ വിളിച്ചിറക്കിയ ദൈവം, എൻ്റെ ദൈവം എൻ്റെ പ്രതികൂലങ്ങളെ ജയിപ്പാൻ എൻ്റെ മേൽ ശക്തി പകരുന്ന ദൈവമാണെന്ന് ധൈര്യത്തോടെ പറയുന്നവരായി മാറുക. ദാവീദ് പറയുന്ന ഇപ്രകാരമാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അതെ, എൻ്റെ കഴിവ് കൊണ്ട് ജയിപ്പാൻ കഴിയത്തില്ല, പക്ഷേ എന്നോട് കൂടെയുള്ളവൻ ഏത് പ്രതിസന്ധികളെയും, എത്ര പ്രശ്നങ്ങളെയും, എത്ര നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങളെയും, ഏത് ശൂന്യതയുടെ നടുവിലും എന്നെ നിർത്തുവാൻ അവൻ്റെ കരം ബലമുള്ളതാ. ദാവീദ് പറയുന്നു, ഇത്രത്തോളം തന്നെ കൊണ്ടുവന്ന ദൈവം, ഇടയ ചെറുക്കനായവനെ രാജപദവിയിൽ എത്തിച്ച ദൈവത്തിൻ്റെ കരം, മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ മറ്റെല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അവനെ കീഴ്പ്പെടുത്തുവാൻ ദാവീദിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി ഇന്നും എന്നെയും നിങ്ങളെയും വഴി നടത്താനുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ ബലമുള്ള കരം നമ്മെ അത്ഭുതമാക്കും. എത്രയാ ഭാരമേറിയ വിഷയത്തിലും ദൈവം നമുക്ക് ജയം നൽകും. കർത്താവ് നിങ്ങളെ അതിന് ശക്തരാക്കട്ടെ. ആഗ്രഹിച്ച വിഷയത്തിലേക്ക് ചുവടുവെക്കുവാൻ ദൈവത്തോടു കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം തളരുകയില്ല, ജയാളികളായി തീരും. ഗോഡ് ബ്ലസ് യു ഓൾ.